അത് അത് വേണ്ടായിരുന്നു മോളെ. ആര്യയുടെ കാര്യം രഞ്ജിനോട് പറയേണ്ടിയിരുന്നില്ല. അതൊന്നും ശരിയാവില്ല മോളത്. അവയോടോ എന്നോടോ ആലോചിച്ചിട്ട് നിരഞ്ജനോട് പറഞ്ഞാൽ മതിയായിരുന്നു. തന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന നിവിയെ നോക്കി വല്ലായ്മയുടെ പറഞ്ഞു രാധിക. ആന്റിക്ക് എന്റെ ഏട്ടന് ഇഷ്ടല്ലേ? എന്റെ ഏട്ടൻ പാവാണ്. ചേച്ചിയും വേദമോളെയും നല്ലോണം നോക്കും. അവർ ഒന്നിച്ചാൽ നഷ്ടമായി പോയാ അവരുടെ ജീവിതത്തിലെ സന്തോഷം തിരികെ കിട്ടും. അതിന് ആന്റി എന്റെ കൂടെ നിൽക്കണം. നമുക്കിത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം. നിവിക്ക് അതിൽ കൂടുതൽ അവരോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. രഞ്ജുമനെ ആർക്കാ മോളെ ഇഷ്ടമാകാത്തത്? അവൻ പാവമാണെന്നും നല്ലവനും സ്നേഹമുള്ളവനും ഒക്കെയാണെന്ന് എനിക്കറിയില്ലേ? നിവിയുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ എന്താ വേണ്ടായിരുന്നെന്ന് ആന്റി പറഞ്ഞത്? വിടാൻ ഭാവമില്ലാതെ നിവി തിരക്കി. ആര്യയുടെ കാര്യം രഞ്ജിനോട് പറയുമ്പോ ഞങ്ങളുടെ കൂടെ പറഞ്ഞിട്ടാണോ, നിന്നെ നിർബന്ധിച്ചിട്ടാണോ എന്നൊക്കെ അവന് തോന്നിയാലോ. അതുകൊണ്ടാണ് ആന്റി പറഞ്ഞത് അത് വേണ്ടായിരുന്നെന്ന്. പിന്നെ നിന്റെ ചേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കുഞ്ഞെ. അത്യാവശ്യം സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള പ്രാരാബ്ദം ഒന്നുമില്ലാത്ത ഒരു കുട്ടിയെ തന്നെ കിട്ടും. നീ ഇതേക്കുറിച്ച് അവനോട് പറയരുത് കേട്ടോ. അതുപോലെ അബിയോട് ഒട്ടും പറയണ്ട. തന്നെ പ്രതീക്ഷയോടെ നിറകണ്ണങ്ങളോടെ നോക്കി നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാധിക പറഞ്ഞത്. ഞാൻ ഞാൻ ചിത്തുവേട്ടനോടാണ് ആദ്യം പറഞ്ഞത്. കുനിഞ്ഞ മുഖത്തോടെ നിവി മെല്ലെ പറഞ്ഞു. അവൻ നിന്നെ വഴക്ക് പറഞ്ഞ മോളെ? അലികോടെ അവർ തിരക്കി. ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ല. ഈ കാര്യത്തിന് വേണ്ടി ചെറു വിരൽ പോലും മനക്കില്ലെന്ന് പറഞ്ഞു. ജിത്തുവേട്ടന് ഒട്ടും ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് എന്റെ ഏട്ടന്റെ പെണ്ണായി ആര്യ ചേച്ചി മതിയെന്നാണ് ആന്റി. എന്റെ ഏട്ടനോടും ജിത്തുവേട്ടനോടും ചേച്ചിയോടും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. രാധികയെ നോക്കി കുഞ്ഞിക്കുട്ടിയെ വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞെ, മിനിക്കോലയ്ക്ക് കൊടുക്കോ? ഞാനത് പറഞ്ഞു ചെന്നാ അതുങ്ങൾ രണ്ടും കൂടെ പെറ്റമ്മയാണെന്ന് പോലും നോക്കാതെ എന്നെ ആട്ടിവിടും. പറഞ്ഞുകൊണ്ടവർ നിവിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വന്ന് കഴിക്കാനിരുത്തി. എന്താ അമ്മേ, ഇവളെന്താ പറയുന്നേ? ആരാട്ടുന്ന കാര്യമാണ് അമ്മ പറയുന്നത്? നിവി കസാരയിൽ ഇരുന്നതും കഴിച്ചുകൊണ്ടിരുന്ന 5 വിരലുകൾ നുണഞ്ഞുകൊണ്ട് തിരക്കി. ഒന്നുമില്ല, നീ കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്കു പെണ്ണേ. അവൾ കാര്യം ഇവിടെ എന്തു പറഞ്ഞാലും കാര്യമെല്ലാം അറിയണം. ആ തുണി പറക്കി മുറിയിൽ കൊണ്ടിട്ടിട്ട് നേരം എത്രയത്? അതൊന്നും മടക്കി ഒതുക്കി വെക്കാൻ അവൾക്ക് വയ്യ. അഞ്ജുനെ തറപ്പിച്ചു നോക്കി രാധിക പറയുന്ന കേട്ട് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് വേദു അവൾ കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അഞ്ജു അമ്മയെ നോക്കി ചുണ്ടൊന്ന് പുലർത്തി കാണിച്ചിട്ട് വേദുവിന് പിന്നാലെ ചെന്നു. ദേ, രണ്ടും കൂടെ കുണങ്ങി നിൽക്കാതെ പോയി തുണിയൊക്കെ മടക്കി വെച്ചോ. കൈയും കഴുകി മക്കളെയും കൊച്ചുമകളെയും നോക്കി കണ്ണോട്ടിക്കൊണ്ട് രാധിക വീണ്ടും പറഞ്ഞു. ഓ, പൊയ്ക്കോളാം. രാധികയോട് പറഞ്ഞിട്ട് ചുണ്ട് കുറിപ്പിച്ചു നിൽക്കുന്ന വേദുവിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അഞ്ജു. വാ, നമുക്ക് പോയി തുണിയൊക്കെ മടക്കി വെക്കാം. ഇല്ലെങ്കിൽ രാധിക ദേവി മൂദേവിയാകും. ദേവുവിന്റെ ചുണ്ടും കണ്ണും കൂർപ്പിച്ചുള്ള നിൽപ്പ് കണ്ട് ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞ് അഞ്ജു അവളെയും കുട്ടി മുറിയിലേക്ക് പോയി. ആവശ്യമില്ലാതെ ഓരോന്നും ഓർത്ത് പട്ടിണിയിരിക്കാതെ ആ ചോറ് വാരി കഴിക്കുന്നിവി. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഒന്നും എടിപിടിന്നൊന്നും പറഞ്ഞ് നടക്കില്ലല്ലോ. അവൾക്ക് മുന്നിൽ പ്ലേറ്റ് എടുത്തു വെച്ച് ചോറും കറികളും വിളമ്പിക്കൊടുത്തിട്ട് സ്നേഹം നിറച്ചൊരു നോട്ടത്തോടെ രാധിക പറഞ്ഞു. കയറി വാബി. നീ എന്താ എന്റെ അനുവാദം ചോദിച്ചു പുറത്തു നിൽക്കുന്നത്? കയറി വരാൻ പാടില്ലട നിനക്ക്. ഇനി പതിവ് തെറ്റിച്ച് ആരി ബസ് കയറ്റി വിട്ട ശേഷം നിരഞ്ജനെ കാണാൻ ഷോപ്പിലേക്ക് വന്നതാണ് അബി. നിറഞ്ഞിരിക്കുന്ന റൂമിന്റെ ഡോറിൽ മുട്ടി അനുവാദം വാങ്ങിയാണ് അബിയെ വഴക്ക് പറഞ്ഞത്. ഞാൻ വെറുതെ അളിയനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. ആര്യയെ കൊണ്ടുപോയില്ലേ? നേരായാലോ? കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കിക്കൊണ്ടാണ് നിറഞ്ഞു തിരക്കിയത്. ഞാൻ അവളെ സ്റ്റാൻഡിൽ നിന്നും ബസ് കയറ്റി വിട്ടു. ഇന്നൊരു ദിവസം അങ്ങനെ പൊയ്ക്കോട്ടെ. എനിക്കിന്ന് അളിയനെ ഒന്ന് കാണണമെന്ന് തോന്നി. അബി വല്ലായ്മയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ആദ്യം നീ ഇങ്ങോട്ട് ഇരിക്കബി. ഞാനിന്ന് നേരത്തെ ഇറങ്ങാമെന്ന് കരുതുന്നു. കുഞ്ഞെ കാണണം. അങ്ങോട്ട് വരുന്നുണ്ട് ഞാനും. തന്റെ മുന്നിൽ കിടക്കുന്ന കസാറിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് നിരഞ്ജൻ പറഞ്ഞത്. അബി നേർത്തൊന്ന് മൂളിക്കൊണ്ട് ആ കസാറിലേക്ക് ഇരുന്നു. എന്താടാ നിനക്ക് ആകെ ഒരു വല്ലായ്മ? ടേബിൾ കൈയൂന്നി മുന്നോട്ട് ആഞ്ഞിരുന്നോണ്ട് നിരഞ്ജൻ തിരക്കി. അത് ഇന്ന് നിവി അളിനെ കാണാൻ വന്ന കാര്യം അതവളുടെ മാത്രം താല്പര്യമാണ്. എനിക്കോ അമ്മയ്ക്കോ ആരിക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല അളിയ. അളിയനോട് അങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. നിവി കേട്ടില്ല. അഭി നേർത്തൊരു പരിഭ്രമത്തോടെ പറഞ്ഞു. നിരഞ്ജന്റെ സാമ്പത്തികവും ലക്ഷ്മി മരിച്ചു പോയല്ലോ. ഇനിയിപ്പോ ആരി അവനെ കൊണ്ട് കെട്ടിക്കാൻ വേറെ തടസ്സമില്ല എന്നൊക്കെയോട്ട് നിവി വഴി ഒരു മുതലെടുപ്പിന് തങ്ങൾ ശ്രമിക്കുന്നു എന്ന് നിരഞ്ജന് തോന്നുമ്പോഴുള്ള വേവലാതിയായിരുന്നു അഭിക്ക്. അഭി, നിരഞ്ജൻ ഗൗരവത്തോടെ വിളിച്ചു. എന്താളിയാ? അഭി മടിയോടെ തന്നെ മുഖമുയർത്തി മുന്നിലിരിക്കുന്നവനെ നോക്കി. എന്റെ കുഞ്ഞി, എനിക്ക് വേണ്ടി ആര് ആലോചിച്ചെങ്കിൽ അത് എന്നോടും നിന്നോടും ആ കുടുംബത്തോടുമുള്ള അവളുടെ സ്നേഹവും കരുതലുമാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ എനിക്കുണ്ടടാ. അതുകൊണ്ട് എന്റെ കുഞ്ഞളെ കൂടുതലൊന്നും ചിന്തിച്ച് കൂട്ടണ്ട കേട്ടോ. അഭി മനസ്സിൽ ചിന്തിച്ചു കൂടുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായതുപോലെ ടേബിളിന് മുകളിലിരുന്ന അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ നിരഞ്ജൻ പറഞ്ഞു.
അബിക്ക് അവന്റെ ആ വാക്കുകൾ വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു. അളിയ, എനിക്ക് നിരഞ്ജനോട് എന്തോ പറയാൻ ശ്രമിച്ചു അബി. നീ ഒന്നും പറയണ്ട, എനിക്കറിയാത്തവരല്ല നിങ്ങളാരും. ഇനിയും നീ എന്റെ മുഖത്ത് നോക്കാൻ ഇങ്ങനെ വിഷമിക്കില്ല അബി. നീ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടാൽ എന്റെ കുഞ്ഞിക്ക് എന്നോട് ദേഷ്യം കൂടും. ചെറിൽ നിന്നും എഴുന്നേറ്റ് അബിക്ക് അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് കുഞ്ഞൊരു ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. അബി ചുവന്ന കണ്ണുകളോടെ നിരഞ്ജന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എവിടെയെങ്കിലും അല്പം ദേഷ്യമോ പുച്ഛമോ ബാക്കി നിൽപ്പുണ്ടോ എന്ന്. താനൊരു മോശക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട്. എന്നിട്ടും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ആ മനുഷ്യന്റെ ജീവനെ തന്റെ കയ്യിലേക്ക് വെച്ചു തന്നത്. അന്ന് മുതൽ സ്വന്തം എന്ന പോലെ തന്നെയും തന്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നത്. ആ ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കാനോ അയാളെ മുതലെടുക്കുന്നോ എന്ന് തോന്നിപ്പിക്കാനോ വയ്യാത്തത് കൊണ്ടാണ് നിവിയെ തടഞ്ഞത്. എന്താണ് ചക്ക നിനക്ക്? അമ്മയുടെ നോട്ടം കണ്ട് നിറഞ്ഞു തിരക്കി. ഒന്നുമില്ലളിയ, ഞാൻ വെറുതെ എന്തൊക്കെ ഓർത്തിരുന്നു പോയതാണ്. തനിക്ക് മുന്നിൽ ടേബിളിൽ ചാഞ്ഞിരിക്കുന്നവനെ നോക്കി നേർത്തൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അബി. എന്നാ ഞാൻ വിനീഷിനോട് എല്ലാം ഒന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് വരാം. നമുക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങാം. രാവിലെ എന്റെ കുഞ്ഞിയുടെ കണ്ണ് നിറയുന്നത് കണ്ടിട്ടാ വന്നേ. ഈ നേരം വരെ നെഞ്ചിലെ പിടപ്പ് മാറിയില്ല. അത് മാറണമെങ്കിൽ അവളെ ഒന്ന് കാണണം. അബിയുടെ തോൾ തട്ടി നിറഞ്ഞൻ പറഞ്ഞതും അവൻ ഇരുന്നിടത്ത് നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അളിയൻ എന്താ പറഞ്ഞേ? അബി ചോദിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു. കുഞ്ഞി രാവിലെ വന്ന് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനൊന്ന് വഴക്ക് പറഞ്ഞത്, എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞു. കണ്ണൊക്കെ നിറച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞപ്പോ ഒട്ടും താല്പര്യമില്ല അവൾക്ക്. ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവിടുകയായിരുന്നു. എന്നിട്ടും എനിക്ക് മുഖം തരാതെ വീട്ടിലേക്ക് കയറിപ്പോയി കളഞ്ഞു. പറയുമ്പോൾ നേരത്തെ ഒരു ചിരി ചുണ്ടിലുണ്ടെങ്കിലും അവന്റെ നെഞ്ചിലെ പിടപ്പ് അവിയ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് അവളെ വിളിച്ചതും അന്നേരം അമ്മയാണ് ഫോൺ എടുത്തത്. നിവി ഉറങ്ങുവാണെന്നും പറഞ്ഞു. വൈകിട്ട് വിളിച്ചപ്പോ കുളിക്കുന്നതെന്നും. അപ്പോ എന്നോട് ആൾക്ക് പിണക്കാവും. അബി കുഞ്ഞൊരു വേവലാതിയോടെ പറഞ്ഞു. ഒന്നുമില്ലടാ, എന്റെ കുഞ്ഞിക്ക് അങ്ങനെ ആരോടും പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. നീ വാ, നമുക്കിറങ്ങാം. പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു പരവേശത്തോടെ നിന്ന അബിയെ കുട്ടി നിറഞ്ഞൻ ഷോപ്പിൽ നിന്നും ഇറങ്ങി. വേദുവിടെ അമ്മ? മൂന്നിനെയും കണ്ടില്ലല്ലോ, എവിടെ പോയി? ബാഗ് ടേബിളിൽ വെച്ചിട്ട് ക്ഷീണത്തോടെ ആരി തിരക്കി. അഞ്ചുവും വേദവും കൂടെ അമ്പലത്തിൽ പോയി. നിവിമോളം മുറിയിലുണ്ട്. കട്ടൻ ചായ അരിച്ച് ഒഴിച്ച് അബിക്ക് മാറ്റി വെച്ചിട്ട് പാലെടുത്ത് ആ ചായപാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് രാധിക പറഞ്ഞു. നിവി എന്താ അമ്പലത്തിൽ പോകാഞ്ഞേ? പാടില്ല അവൾക്ക്? ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുത്ത് വെളിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ആര്യ. അത് കൊച്ചിന് എന്തോ ഒരു ക്ഷീണം പോലെ. രാവിലെ മുതൽ കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞ് കുളിക്കാൻ വിട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ലഞ്ച് ബോക്സ് കഴുകുന്നവളെ ഒന്ന് നോക്കിയിട്ട് രാധിക പറഞ്ഞു. എങ്ങനെ ക്ഷീണം കാണാതിരിക്കും? നേരം ചൊവ്വ ആഹാരം കഴിക്കുന്നില്ലല്ലോ. കുളിച്ചു കഴിഞ്ഞെന്ന് ഞാൻ നോക്കട്ടെ. രാധികയുടെ തോൾ കിടന്ന തോർത്തിൽ കൈന്ന് തുടച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. അവൾ പറഞ്ഞതിന് അവരൊന്ന് മൂളികൊണ്ട് ചായ അരിച്ചൊഴിച്ചെടുത്തു. നീവിക്കുട്ടി, എന്താ പറ്റിയേ? വയ്യടാ? ബെഡിൽ ചടഞ്ഞ് കിടക്കുന്നവൾ കരികിലിരുന്നുകൊണ്ട് ആര്യ ചോദിച്ചത്. വയ്യയ്ക്ക് ഒന്നില്ല ചേച്ചി, എനിക്ക് എന്താണെന്ന് അറിയില്ല, ആകെ ഒരു ഉഷാറില്ലാത്ത പോലെ. മെല്ലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് നിവി പറഞ്ഞു. ഒരു നിമിഷം നിവിയുടെ വാടിയ മുഖത്തേക്കും ക്ഷീണം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു ആര്യ. എന്റെ ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ. ആര് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന കണി നിവി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ് വാ. ഇങ്ങനെ ചടഞ്ഞു കൂടെ കിടന്നാൽ കൂടുതൽ ക്ഷീണം തോന്നും. ആണല്ലേ, എന്നാ ഞാൻ വരാം, നിവി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. നിവിയുടെ ആ ഭംഗിയുള്ള ചിരി നോക്കി ആര്യൊന്ന് മോളി. ചേച്ചിക്കുട്ടി. ബെഡിൽ നിന്നും ഇറങ്ങി നിന്നിട്ട് നിവി പതിയെ വിളിച്ചു. എന്താടി കുഞ്ഞേ? അവളെ വിളി ഇഷ്ടമായതുപോലെ ആര് ചിരിച്ചോണ്ട് തിരക്കി. ചേച്ചിക്ക് എന്നെ ഇഷ്ടാണല്ലോ അല്ലേ? ആര്യയുടെ കൈ പിടിച്ച് മെല്ലെ ആ കൈവെള്ളയിൽ മുത്തിക്കൊണ്ട് നിവി ചോദിച്ചു. എന്തൊരു ചോദ്യമാണെങ്കിൽ നിവിക്കുട്ടി, എന്റെ അബിയുടെ പ്രാണനെ ഞങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അവളുടെ ഇരു കവളിലും ഇരു കൈയും ചേർത്ത് വെച്ചുകൊണ്ട് ആര്യ തിരക്കി. എന്നെ ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിക്ക്. നിവി കുഞ്ഞിനെ പോലെ കൊഞ്ചിക്കൊണ്ട് തിരക്കി. പിന്നില്ലാതെ. എനിക്ക് മാത്രല്ല, അമ്മയ്ക്ക് ഞങ്ങൾ മക്കളെക്കാൾ ഇഷ്ടമാണ് ഈ മരുമോളോട്. അതുപോലെ അഞ്ചു. അവൾക്ക് നിന്നെ അപ്പൊ കെട്ടും മുൻപ് തന്നെ ഇഷ്ടല്ലേ? നിവിയുടെ മൂക്കിന്തുമ്പിൽ തട്ടിക്കൊണ്ട് ചിരിയുടെ ആര്യ പറഞ്ഞു. അമ്മയുടെയും മഞ്ജുവിന്റെയും ജിത്തുവേട്ടന്റെയും കാര്യമല്ല, ചേച്ചിക്ക് എന്നോട് എന്തൊരു ഇഷ്ടമുണ്ട്. ആര്യ ചുറ്റിപ്പിടിച്ച ചുമലിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് നിവി വീണ്ടും തിരക്കി. അതിപ്പോ ഞാൻ എന്താ പറയുക? ആര്യ ആലോചനയുടെ സ്വയം ചോദിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ചുണ്ടി തട്ടിക്കൊണ്ട് മുഖം ചിരിച്ച് നിവി ഒന്ന് നോക്കി. എന്റെ ചേച്ചി പെണ്ണ് എങ്ങനെ പറയാനാണോ അങ്ങനെ പറഞ്ഞു. പറയുന്നത് സത്യമായിരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ആര്യയുടെ കവിളിൽ മൃദുവായി ചുണ്ടു ചേർത്തുകൊണ്ട് നിവി പറഞ്ഞു. എനിക്ക് എന്റെ അബിയുടെ ഈ പ്രാണനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എന്റെ വേദുവിനോടോ ഇഷ്ടം. നിവിയുടെ നിറകിൽ തലോടിക്കൊണ്ട് ആര്യ പറഞ്ഞു. അത് അത്രയേറെ ആത്മാർത്ഥവുമായിരുന്നു. ശരിക്കും? നിവി അതുവരെയും തോന്നി ക്ഷീണം മറന്നൊരു ചീരിയോടെ തിരക്കി. ശരിക്കും ഇഷ്ടമാണ്, സത്യം. നിവിയുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആര്യ പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം ആവശ്യപ്പെടും. ഈ ഇഷ്ടം സത്യമാണെങ്കിൽ ചേച്ചി അതെനിക്ക് സാധിച്ചു തരണം.
ഇരുവരുടെയും കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് നിവി അത് പറഞ്ഞത്. എന്താ ഈ കുഞ്ഞ് ഏടത്തിയമ്മയ്ക്ക് വേണ്ടത്? അതിയായി സ്നേഹത്തോടെ നിവിയെ തോളോടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ആര്യ ചോദിക്കുമ്പോൾ നിവി ആഗ്രഹിച്ച കാര്യം ആര്യയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നീട് പറയും, അന്നേരം പറ്റില്ലെന്ന് പറയാതെ ഇരുന്നാൽ മതി എന്റെ സുന്ദരിക്കുട്ടി. ആര്യയുടെ കവളിൽ മെല്ലെ വലിച്ചു വിട്ടുകൊണ്ട് നിവി പറഞ്ഞു. എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ ഈ കുഞ്ഞു പെണ്ണ് സാധിച്ചു തരും. നിവിയുടെ കവളിൽ അമർത്തിയൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് മുഖമുയർത്തിയ ആര്യ മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനയും അഭിയും കാണി ഒരു നിമിഷം പകപ്പോടെ നിന്നു പോയെങ്കിലും അടുത്ത നിമിഷം ചമ്മിയെന്ന് ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആര്യ മുറിയിലേക്ക് കയറിപ്പോയത് നിവി രണ്ടാളെയും ഒന്ന് നോക്കി മുഖം വെട്ടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോ എന്റെ കുഞ്ഞിക്ക് ചെറിയ പിണക്കമല്ല മോനെ. അഭിക്കുട്ടാ, നമ്മൾ ഈ പിണക്ക് മാറ്റാൻ ഇതിരി പാടുപെടും. നിവി പോകുന്ന പോക്ക് നോക്കിയെന്ന അഭിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എന്നോട് എന്തിനാ അവള് പിണങ്ങുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അളിയനോടാണ് പിണക്കം. നിങ്ങളല്ലേ അവളോട് ഏതാണ്ടൊക്കെ പറഞ്ഞത്? നിരഞ്ജനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു. നിന്റെ പെങ്ങൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ എന്റെ കുഞ്ഞി നിന്നെ കൂടെ വിളിച്ചില്ലേ? നീ വന്നില്ല എന്ന് മാത്രമല്ല കൂടെ നിൽക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അവൾ നിന്നോട് പിണങ്ങും. അഭിയെ നോക്കി അതേ കൂർത്ത നോട്ടം തിരിച്ചു നോക്കിയിട്ട് നിരഞ്ജനും മെല്ലെ പറഞ്ഞു. അങ്ങനെ എന്റെ നിവി എന്നോട് പിണങ്ങോ? നിരഞ്ജനോട് ചോദിക്കുമ്പോൾ അഭിക്ക് നേരത്തെ ഒരു പരവേശം തോന്നി. വിവാഹം കഴിഞ്ഞതുവരെയും നിവിയുടെ മുഖം കറുപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പറയേണ്ട സാഹചര്യം അവളായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല. ഒന്നും വേണ്ടായിരുന്നു, അവൾക്കിപ്പം നിന്നാ മതിയായിരുന്നു. അഭി വല്ലായ്മയുടെ ഓർത്ത്. ഇനിയിപ്പോ കഴിഞ്ഞതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ വന്ന പെണ്ണിന് പിണക്കം മാറ്റാം. ആലോചനയോടെ നിൽക്കുന്ന അഭിയുടെ തോളിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടത്തി നിരഞ്ജൻ. രണ്ടാളും ഒരുമിച്ച് എത്തിയല്ലോ. നിവിമോളെ, ദേ രഞ്ജി വന്നു. കുഞ്ഞു കണ്ടില്ലേ? അഭിയുടെ ബാഗിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് നിരഞ്ജനെ കണ്ട സന്തോഷത്തിലാണ് രാധിക പറഞ്ഞത്. ഓ, ഞാൻ കണ്ടതാണ്. ഹാളിന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുന്ന വാതിൽ നിന്നുകൊണ്ട് നിവി ആരെയും നോക്കാതെ പറഞ്ഞു. എന്നിട്ടെന്താ ഏട്ടനോട് മിണ്ടാതെ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നത്? അങ്ങോട്ട് ചെന്ന് നിവി കുഞ്ഞ്, ആന്റി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. പെണ്ണിന്റെ മുഖത്തെ പിണക്കം കാണാൻ രാധിക ചീരിയോടെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. കുഞ്ഞേ, നിരഞ്ജൻ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്ന് വിളിച്ചു. എന്നെ ആരും വിളിക്കണ്ട, പൊയ്ക്കോ. പറയുമ്പോൾ നിവിയുടെ കണ്ണൻ നിറയുന്നുണ്ടെന്ന് തോന്നി അഭിക്ക്. അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ കണ്ണൻ നിറയ്ക്കാതെ നോക്കണമെന്ന് ആഗ്രഹിച്ച് കൈ പിടിച്ചതാണ്. കുഞ്ഞിയേ, ഏട്ടനോട് പിണങ്ങാൻ ഏട്ടന്റെ കുഞ്ഞിക്കാവില്ല എന്നൊക്കെ ഏട്ടനറിയാം. നിവിയെ തൂക്കിയെടുത്ത് തോളിൽ കിടത്തിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞത്. വിട്, എന്നെ പിടിക്കണ്ട. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനോട് ഞാൻ പിണക്കം തന്നെയാണ്. നിരഞ്ജനെ പിടിക്കാൻ സമ്മതിക്കാതെ കുതിരിക്കൊണ്ട് നിവി പറഞ്ഞു. ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. ഏട്ടന്റെ പൊന്നിക്കൂടെ വാ, നമുക്ക് അമ്പലനട വരെ പോയിട്ട് വരാം. അവളുടെ ഇരു കൈയിലും ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് നിരഞ്ജൻ കെഞ്ചി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ തവണ അത് പറയുമ്പോൾ പെണ്ണെന്ന് വിങ്ങിപ്പൊട്ടി. അയ്യേ, കുഞ്ഞിക്കറിയില്ലടി, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. പാവം. അഭി അവനും ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ഏട്ടന്റെ കുഞ്ഞ് നല്ല മോളരെ, പറയുന്നു കേൾക്കടാ. അവളെ നിറമിഴികൾ നിരഞ്ജനെ വേദനിപ്പിച്ചുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു. വേണ്ട, ഏട്ടന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി എനിക്കൊന്നും പറയാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. ഒട്ടും മയ്യാതെ അവന്റെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് നിവി പറഞ്ഞു. അത് എന്റെ കുഞ്ഞ് പറഞ്ഞ കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിപ്പോയി. അതുകൊണ്ടല്ലേ. ഇപ്പോഴേ നമ്മൾ ഇവിടെ ഇരുന്ന് ആ കാര്യം സംസാരിച്ചാൽ നിന്റെ ആരീച്ചി കേൾക്കും. ഏട്ടന്റെ കുഞ്ഞ് കണ്ണ് നിറയ്ക്കാതെ നമുക്ക് പുറത്തു പോയി സംസാരിച്ചിട്ട് വരാം. അവളെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞതും മെല്ലെ മുഖമൊന്ന് തിരിച്ച് അവൾ അഭിയെ നോക്കി. അവന്റെ ഭാവം എന്തെന്നറിയാൻ എന്ന പോലെ. പെണ്ണിന്റെ ആ നോട്ടം കണ്ടും അവി ക്രമം തെറ്റിപ്പോയി നെഞ്ചിടിപ്പോടെ അവളെ കണ്ണുകൾ ചിമ്മി സമാധാനിപ്പിച്ചു. എന്താ രണ്ടാൾക്കും പറയാനുള്ളത്? എന്തായാലും വേഗം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അമ്പലത്തിന് മുന്നിൽ റോഡിന് അപ്പുറമുള്ള മൈതാനത്തിലാണ് നിരഞ്ജനും അഭിയും നിവി. അവിടെ എത്തിയതും ദേഷ്യത്തോടെ പെണ്ണ് പറഞ്ഞതും അതാണ്. നിവി, ഞങ്ങളൊന്ന് പറയട്ടെ, എന്തിനാ ഇത്രയും ദേഷ്യം? അവളെ ചുവന്ന് തോർത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അഭി മേലെ തിരക്കി. നിങ്ങൾ രണ്ടാളും എന്നെ വഴക്കു പറഞ്ഞു. ഞാൻ പറയുന്നത് ശരിക്കൊന്ന് കേൾക്കാൻ പോലും രണ്ടുപേരും നിന്നില്ല. ജിത്തുവേട്ടൻ എന്റെ കൂടെ നിൽക്കില്ലെന്ന് പറഞ്ഞു. ഏട്ടന് ഞാൻ ഏട്ടന്റെ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടും എന്നെ എന്തോരം വേദനിപ്പിച്ചെന്ന് അറിയോ നിങ്ങൾക്ക് രണ്ടാൾക്കും? ചുവന്ന് കലങ്ങിയ മെഴികളോടെ രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് നിവി ചോദിച്ചു. അവൾ അങ്ങനെ നോക്കി നിൽക്കി അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നെന്ന് ഒരുപോലെ തോന്നി അഭിക്കും നിരഞ്ജനും. ഇതിപ്പോ എന്താടാ ചെയ്യുക? പറഞ്ഞു പോയില്ലേ? നിരഞ്ജൻ വല്ലായ്മയോട് ചോദിച്ചു. ഏട്ടൻ ഒറ്റയ്ക്കാവാതെ ഇരിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടിയല്ലേ ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞത്. ആര്യ ചേച്ചി ആകുമ്പോൾ എനിക്കും അറിയാം ആളുടെ സ്വഭാവം എന്താണെന്ന്. അത് അത്രയ്ക്ക് പാവാണ്. എനിക്കറിയാത്ത വേറൊരാളാണ് എന്റെ ജീവിതത്തിൽ ഇനി വരുന്നതെങ്കിൽ പഴയതൊന്നും ഇനിയും ആവർത്തിക്കില്ലെന്ന് ഏട്ടന് ഉറപ്പുണ്ടോ? എനിക്കുറപ്പില്ല. ഇനി എന്റെ ഏട്ടനെ കൂടെ നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ. പറഞ്ഞു തീർക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു പോയി നിവി. കുഞ്ഞി, നിവി. രണ്ടാളും ഒരുപോലെ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. ആര്യച്ചിക്ക് അടുത്ത ആഴ്ച ഡിവോഴ്സ് അനുവദിച്ച് കിട്ടും. അത് കഴിഞ്ഞാൽ ഉടനെ ആന്റി ചേച്ചിക്ക് കല്യാണം നോക്കും. ചേച്ചി എത്ര എതിർത്താലും ആന്റി അത് നടത്തും.
അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നാൽ ചേച്ചി വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ഏട്ടന് നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെ കാര്യം മാത്രമല്ല, വേറെ ഒരാളാണ് ചേച്ചിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആൾ വേദന സ്വന്തമായി കാണും, സ്നേഹിക്കോ, കരുതലോടെ ചേർത്ത് പിടിക്കോ. ഏട്ടനാണെങ്കിൽ ആ പേടിയും വേണ്ട. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു നിവി. എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഏട്ടന് സമ്മതമാണ്. നിന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഏട്ടന് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? ഈ മുഖത്തെ ചിരി ഏട്ടൻ ഇന്നും കാണാം. ആയിരിക്കും വേദമോൾക്കും എതിർപ്പില്ലെങ്കിൽ ഏട്ടന് സമ്മതമാണ്. അവളെ ചേർത്ത് പിടിച്ച് കുറച്ചേറെ നേരം ആലോചനയുടെ ഇരുന്ന് നിരഞ്ജൻ അവളെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും എൻ്റെ ഏട്ടൻ്റെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം. ഏട്ടനെ പോലെ ഒരുപാട് ചതി പറ്റിപ്പോയ ഒരു പാവമല്ലേ ആരി ചേച്ചി. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാം ഏട്ടാ. അല്ലാതെ എൻ്റെ ഏട്ടനെ വിഷമിപ്പിക്കാനല്ല കുഞ്ഞി ഈ ഒരു കാര്യത്തിന് വാശി പിടിക്കുന്നത്. കുഞ്ഞിയുടെ സ്വാർത്ഥതയായിട്ടും ഏട്ടൻ ഇത് കാണരുത്. നെഞ്ചിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദം ഒരു വശത്തുണ്ടെങ്കിലും ഈ വിവാഹം തന്റെ സ്വാർത്ഥതയെ ഏട്ടൻ കാണുമോ എന്ന ഭയത്തിലും പറഞ്ഞുകൊണ്ട് തനിക്ക് ഇരുവശവും ഇരുന്ന അബിയെ നിരഞ്ജനെയും ഇരു കൈകൊണ്ടും ചുറ്റിപ്പിടിച്ചു നിവി.